ഏകദേശം 5 കൊല്ലത്തോളം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പഠിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 അധ്യാപകരായിരുന്നു പ്രൊഫസർ PK ശേഷാദ്രിയും അതേപോലെ ഇബ്രാഹിം ദേവിജ സാറും. ഇതിൽ സ്വാഗത പ്രസംഗത്തിൽ സ്കാനിയ പറഞ്ഞതുപോലെ ഒരു പാരഡോക്സ് പോലെ ഇബ്രാഹിം മാഷിനെ ഞാൻ 80കളിലാണ് കാസർഗോഡ് കോളേജിൽ എത്തുന്നത്. കാസർഗോഡ് തളങ്കര മുസ്ലിം സ്കൂളിൽ നിന്ന് SLC പാസ്സായ ഞാൻ അവിടെ സെക്കൻഡ് ലാംഗ്വേജായി ഞാൻ അറബിക്കായിരുന്നു. കോളേജിൽ പോകുമ്പോൾ എൻ്റെ മുൻകാലത്തെ കോളേജിൽ പഠിച്ച എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞു, മലയാളം എടുക്കേണ്ട, ടഫാണ്, അറബിക്ക് എടുത്താൽ നീ മദ്രസയിലൊക്കെ പഠിച്ചാണ്, നിനക്ക് പാസ്സാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ കോളേജിൽ പോകുന്ന എൻ്റെ ഉദ്ദേശം പാസ്സാവുക മാത്രമായിരുന്നു, വേറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് അറബിക്ക് എടുത്തു. ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, അതായത് ഏകദേശം 81-ൽ ഇബ്രാഹിം മാഷ് അവിടെ മലയാളം വിഭാഗത്തിൽ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ അധ്യാപകരൊക്കെ വളരെ ഈ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ വളരെ റെസ്പെക്റ്റോടും ബഹുമാനിച്ചും തലമുതിർന്ന അധ്യാപകരായി നമ്മൾ. അപ്പോൾ കോളേജിലെത്തിയപ്പോൾ എന്നാട്ട് കുറച്ച് പ്രായം കൂടുതലുള്ള ഇബ്രാഹിം മാഷാണ് അവിടെ മലയാളത്തിൽ അധ്യാപകൻ. അപ്പോൾ ഞാൻ ഓൾറെഡി അറബിക്ക് എടുത്തു കഴിഞ്ഞു. എന്നാലും കോളേജിൽ പറഞ്ഞാൽ രണ്ട് സെക്ഷനാണ്. ഒന്ന് സയൻസ് പഠിക്കുന്ന ബുദ്ധിജീവികളെ പഠിപ്പിസ്റ്റുകളാണ്, പിന്നീട് എന്നെ അഷറഫിനെ പോലെ സ്കാനിയനെ പോലെ ആർട്സിന് പഠിക്കുന്ന ആളുണ്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പോകില്ല, പക്ഷെ ഞങ്ങൾക്ക് ലാസ്റ്റ് 1 മാസം സ്റ്റഡി ലീവ് കിട്ടും. ആ സ്റ്റഡി ലീവിൽ പഠിച്ച് ഞങ്ങൾ പാസ്സാകും. പക്ഷെ ഞങ്ങൾ അധികവും ക്ലാസ്സിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഏത് ക്ലാസ്സിൽ നിന്ന് അറിയില്ല. അപ്പൊ ഇബ്രാഹിം മാഷിന്റെ ക്ലാസ്സിന്റെ പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഇബ്രാഹിം മാഷ് അറിയാതെ ആദ്യത്തെ കൊല്ലമൊക്കെ ക്ലാസ്സിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് കോളേജിൽ ആ 80കളിൽ ഞങ്ങൾക്ക് TV ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ നേരം പോക്ക് കോളേജിൽ നടക്കുന്ന കലാപരിപാടികളായിരുന്നു, അതായത് കലോത്സവങ്ങളായിരുന്നു. അവർ കോളേജിൽ 3 ദിവസം കോളേജ് ഇലക്ഷൻ കഴിഞ്ഞാൽ കലോത്സവം ഉണ്ടാവും. അപ്പോൾ അതിൽ 1-2 പ്രൈസ് കിട്ടുന്ന ആളെ ഏതോണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 5 തോണാണ് അന്നുണ്ടായിരുന്നത്. ഏതോണ് BCE. അതിൽ അഭിവക്ത കണ്ണൂർ ജില്ല ഏതോണിൽ പെട്ടിരുന്നു, അതായത് തലശ്ശേരിയും മട്ടന്നൂരൊക്കെ പെടുന്നത്. അപ്പോൾ കാസർഗോഡ് കോളേജിൽ ജയിച്ച 2 ഗ്രൂപ്പിനെ ഏതോണിൽ കൊണ്ടുപോകും. അധികം മട്ടന്നൂറോ കണ്ണൂറായിരിക്കും പരിപാടി. അപ്പോൾ കാസർഗോട്ടുകാരനും സാഹിത്യത്തിനും കലയിലും നല്ല നൈപുണ്യമുള്ള ആരുമുണ്ട്. അതിൻ്റെ സ്റ്റാഫ് അഡ്വൈസറായിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാവുക നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ഇബ്രാഹിം മാഷായിരിക്കും. അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ ഈ 3 അവസരമാണ് നമ്മൾ കോളേജ് പരിപാടിക്ക് ഉണ്ടാവും, ഏതോണ്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രാവും പകലും ഇല്ലാതെ 3 ദിവസം മാഷിൻ്റെ കൂടെ ആയിരിക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അതേപോലെ കോളേജിൽ ഞങ്ങളന്ന് പല കോളേജിൽ ചെറിയ മാഗസിനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ മാറ്റർ ഉണ്ടാക്കി അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം മാഷിൻ്റെ റൂമിൽ പോകും, മാഷ് ഇതാക്കി തരും. പിന്നെ ഉത്തരേന്ത്യൻ പ്രസ്സിൽ പോയി പ്രിന്റ് ചെയ്ത് കോളേജിൽ കൊടുക്കുകയാണ് പതിവ്. അതിലും ഇബ്രാഹിം മാഷിൻ്റെ നിരൂപണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇബ്രാഹിം മാഷുമായി അടുക്കാൻ നല്ല അവസരം ഒരുക്കി. അങ്ങനെ കോളേജിൽ ഈ 5 കൊല്ലം വളരെ 24 കൊല്ലം കോളേജിൽ പഠിപ്പിച്ച ഇബ്രാഹിം മാഷുമായിട്ട് 25 കൂടുതൽ വർഷം കോളേജിൽ പഠിപ്പിച്ച ശേഷാദ്രി മാഷുമായിട്ട് നല്ല ബന്ധം കോളേജ് ജീവിതത്തിന് ശേഷം ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റി. അതിനുശേഷം ഞാൻ എൻ്റെ വഴിക്ക് കച്ചവടമായും പിന്നെ BA കോളേജായി പോകുമ്പോൾ സാറുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തോ മകൾക്ക് ദുബൈയിൽ എന്തോ സ്കൂളിൽ ടീച്ചറായിട്ട് വേണം. അപ്പോൾ ഇബ്രാഹിമിനോട് പറയണം, അത് പറഞ്ഞു കിട്ടിയെന്നറിയില്ല. പിന്നെ ഒരിക്കൽ സാറ് സുഖമില്ലാത്ത ടൈമിന് കോളേജിൽ വന്നു. അപ്പോൾ സാറിന് ഈ സ്ഥലം മാറിപ്പോയ പറയിലൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന മകന് കാസർഗോഡ് LBS നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ പാസ്സായിട്ടുണ്ട്. അപ്പോൾ PA കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ എന്തോ വാക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ ലെക്ചർ പോസ്റ്റ് ഒന്ന് തരപ്പെടുത്തി. ഞാൻ ഉടനെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിനോടും അതേപോലെ അക്കാദമിക് ഡയറക്ടറോടും വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം മാഷ് ആദ്യമായിട്ടാണ് ഒരു കാര്യം ചോദിക്കുന്നത്, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മകന് പറ്റിയ ഒരു ചാൻസ് കൊടുക്കണം. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം MTech ആണ് അവിടെ കോളേജ് ലെക്ചർ, പക്ഷേ BTech ഉള്ളൂ, പക്ഷെ ടെമ്പറായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അവർ ഇൻ്റർവ്യൂവിനൊക്കെ ഇബ്രാഹിം മാഷിൻ്റെ മകനെ വിളിച്ചു. പക്ഷേ പിന്നീട് അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒപ്പിടേണ്ട ഞാനാണ്, അത് സാറിൻ്റെ മോനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളോട് ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഈ മാഷിൻ്റെ മകൻ പറഞ്ഞു, ഞാനിപ്പോൾ ജസ്റ്റ് കോളേജിന് പാസ് ഔട്ട് ആയാണ്, ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന ആളല്ലേ MTech ഉണ്ട് ആളും നല്ല കൈകൊണ്ട് ആൾ, എനിക്ക് നിങ്ങൾ ഇപ്പോൾ ചാൻസ് തരണ്ട, നിങ്ങൾ അടുത്തേൽ തന്നാൽ. അതാണ് സാറിനായിട്ട് നല്ല ഒരാളും അങ്ങനെ പറയൂല, അതുകൊണ്ട് ഞങ്ങൾ മകനെ ഒഴിവാക്കിയിട്ടുണ്ട് പറഞ്ഞു. സാറിനോട് പറഞ്ഞു. പിന്നെ സാറ് 1-2 പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടിയിട്ട് കാറിലൊക്കെ അയച്ചത്. ഏതായാലും സാറ് നമ്മളെ വിട്ടുപോയി. അപ്പോൾ
നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സ്കാനി അറിഞ്ഞ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളൊരു മുഹമ്മദ് കുഞ്ഞ ഞങ്ങൾക്ക് ഒന്നിച്ച് പഠിച്ചാണ്, ക്ലാസ് വ്യത്യാസമാണെങ്കിലും. സ്കാനിയ പറഞ്ഞ പോലെ ചില അടയാളങ്ങൾ ഇട്ടിട്ടാണ് ഇബ്രാഹിം മാഷി പോയിട്ടുള്ളത്. നമ്മൾക്ക് അതിനെ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ കാസർഗോഡ് നിങ്ങൾക്കറിയാം, ഇപ്പൊ അഹമ്മദ് മാഷിന്റെ കാര്യം സ്കാനിയ പറഞ്ഞു. എനിക്ക് പറയാനുള്ള ആദ്യമായി ഉബൈദ് മാഷാണ്. എൻ്റെ നെയ്ബറാണ്, ഞാൻ 30-ാണ്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഉബൈദ് മാഷ് മരിച്ച് 72-ലാണ് മരിച്ചത്. 50 വർഷത്തിൽ കൂടുതലായിട്ടും ഇന്നും നമ്മൾ ഇബ്രാഹിം മാഷിന് അറ്റ്ലീസ്റ്റ് സാഹിത്യവേദി എല്ലാ ഒക്ടോബർ 3-നും, അതായത് ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി, ഒക്ടോബർ 3-ന് ഉബൈദ് ദിനം എന്നതിൽ ഒരു കലണ്ടറിന്റെ ഭാഗമായി കാസർഗോഡിന്റെ കലണ്ടറുമായി മാറിയിരിക്കുകയാണ്. അതേപോലെ അഹമ്മദ് മാഷ് മരിച്ചിട്ടും ഏകദേശം 14 കൊല്ലമായി. അഹമ്മദ് മാഷിന്റെ ഓർമ്മദിനം നമ്മൾ ഉത്തർദേശവും മറ്റും സാഹിത്യവേദിയായിട്ട് ഇപ്പോഴും എല്ലാ കൊല്ലവും ആചരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ശേഷാദ്രി സാറിൻ്റെയാണ്. ശേഷാദ്രി സാറ് പാലക്കാടുകാരനാണ്, പക്ഷെ കാസർഗോഡ് വന്ന് ഇവിടെ 10-30 കൊല്ലം പഠിപ്പിച്ചു. കാസർഗോട്ടെ പഴയ കാലത്തെ എല്ലാ ഡോക്ടേഴ്സായിട്ട്, എഞ്ചിനീയേഴ്സായിട്ട്, ഈവൻ IAS ഉദ്യോഗസ്ഥന്മാർക്ക് ടീച്ചർ ശേഷാദ്രി ആയിരുന്നു. സാറ് റിട്ടയർഡ് ആയതിനു ശേഷം തിരിച്ച് പാലക്കാട് പോയി. പക്ഷെ സാറിനെ ഓർക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കാസർഗോഡിന്റെ ഒരു പരിഷ്കർത്താവ് തന്നെയായിരുന്നു ശേഷാദ്രി സാറിന്. അതിന്റെ ഭാഗമായി ഞങ്ങൾ ശേഷാദ്രിയൻ സാറിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കഴിഞ്ഞ നവംബർ 14-ന്, അതായത് ശേഷാദ്രിന്റെ 16-ാം ചരമദിനത്തിൽ ഞങ്ങൾ കാസർഗോഡ് ശേഷാദ്രിയൻ പ്രോഗ്രാം കാസർഗോഡ് ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെയധികം ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാർ പങ്കെടുത്ത വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ഇനിയും ശേഷാദ്രിയെ ഓർമ്മിക്കാനുള്ള പരിപാടി വെക്കാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അനുവിൻ്റെ KCNന്റെ ഈ കേരളത്തിൽ കേബിൾ TV-യുടെ ഫൗണ്ടർ അസോസിയേഷൻ ഉണ്ടാക്കിയ അൻവർ ഹസനും അൻവറും നമ്മളെ കൂടെ തന്നെ കാസർഗോഡ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കാസർഗോഡ് കോളേജിൽ ഒരു കൂട്ടായ്മയുണ്ട്, ഒരു വട്ടം കൂടിയത്. അത് 1975 മുതൽ 85 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ്. ഏകദേശം 300-ഓളം അംഗങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അനുവായിരുന്നു. ഉണ്ടാക്കി 2 കൊല്ലം കൊണ്ട് എന്തോ അള്ളാഹുവിന്റെ ഒരു ഉത്തരം പറഞ്ഞ് അനു പോയി. എന്നാലും ഞങ്ങൾ ഇന്നും ആ ഗ്രൂപ്പ് വളരെ നന്നായി നടത്തുന്നുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 15 ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ 10-ാം വാർഷികം ഗവൺമെന്റ് കോളേജ് നടത്തുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടും അനുവിന്റെ കുടുംബവും ഒക്കെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രസ്റ്റും എല്ലാ കൊല്ലവും അനുവിനെ ഓർത്തുകൊണ്ട് പരിപാടി ഇവിടെ കൊച്ചിയിലും വെക്കുന്നുണ്ട്, ഇവിടെ കാസർഗോഡും വെക്കുന്നുണ്ട്. പിന്നെ എനിക്കറിയുന്ന ഒരു കാര്യം NA സുലൈമാനാണ്. NA സുലൈമാനും വളരെയധികം ഇബ്രാഹിം മാഷുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. സുലൈമാൻ ഒരിക്കൽ കോളേജ് മാഗസിൻ എഡിറ്റർ ഉണ്ടാകുമ്പോൾ സ്റ്റാഫ് എഡിറ്ററായിട്ട് ഇബ്രാഹിം മാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സുലൈമാൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യത്തിലും സുലൈമാൻ്റെ കൂടെ ഞാൻ ഉണ്ടാകുമ്പോൾ എല്ലാ കാര്യത്തിലും എഡിറ്റർ ബോർഡിലൊക്കെ ഇൻവോൾവ് ചെയ്ത സാറായിരുന്നു. ആ സുലൈമാൻ മരിച്ച് ഏകദേശം 2 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ 2 കൊല്ലം സുലൈമാൻ്റെ ഫാമിലി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. സുലൈമാൻ്റെ 2 മക്കളും ഞാൻ ഷാഫിയൊക്കെയുള്ള ട്രസ്റ്റാണ്. കഴിഞ്ഞ ആദ്യത്തെ കൊല്ലം ഒരു മിന്നും മണി അറിഞ്ഞ ഒരു കുട്ടിക്ക് 1 ലക്ഷം റുപ്യ കാശ് അവാർഡ് കൊടുത്തു. കഴിഞ്ഞ വർഷം ആശിം വെളിമണ്ണ അറിഞ്ഞ ഒരു സ്പെഷ്യലി ഏബിൾഡ് ചൈൽഡിന് 1 ലക്ഷം റുപ്യം കൊടുത്തു, ആദരിച്ചു. അപ്പോൾ അവരൊക്കെ അവരുടെ ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ ഇബ്രാഹിം മാഷിനെയും എല്ലാ കൊല്ലവും ഓഗസ്റ്റ് 3-ന് നമ്മൾ ഓർക്കണം. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷൻ ഉണ്ട്, കോലായ ഉണ്ട്. അതുകൊണ്ട് ഏതായാലും പ്രത്യേകിച്ചും ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനോട് എനിക്ക് പറയാനുണ്ട്, എന്തെങ്കിലും ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, സജഷനാണ്, ഏതെങ്കിലും ഒരു അവാർഡ് എന്തെങ്കിലും ഈ ഓഗസ്റ്റ് 3-ന് ഇല്ലെങ്കിൽ കേരളത്തിൽ, കാരണം ഇബ്രാഹിം ബേവിഞ്ച പ്രധാനമായും ഉണ്ടായ കോളേജിൽ പണിയെടുത്ത് ജോലി ചെയ്തതാണ്. കോളേജ് പ്രൊഫസറായിരുന്നു. ഏറ്റവും നല്ല കോളേജ് മാഗസിന് കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് മാഗസിന് ഒരു അവാർഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല നിരൂപണം, കാരണം പ്രസക്തിയൊക്കെ ഞാൻ സ്ഥിരം വായിക്കുക, 18 കൊല്ലം ചന്ദ്രികയിൽ പ്രസക്തിയൊക്കെ എന്താ എഴുതിയ ആളാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് എനിക്ക് ഇബ്രാഹിം ബേവിഞ്ച ഫൗണ്ടേഷനോട് പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഒരു സൂചന ഞാൻ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു അവാർഡ് ഏർപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കൊല്ലവും ഒരു 10,000 റുപ്യ ഞാൻ പേഴ്സണലായിട്ട് ആ ഫൗണ്ടേഷന് സമ്മാനം ചെയ്യാൻ തയ്യാറാണ്. ഏതായാലും ഇനി കാസർഗോഡിന്റെ കലണ്ടറിൽ ഇനിയുള്ള കാലത്ത് ഓഗസ്റ്റ് 3-ാം തീയതി ഇബ്രാഹിം ബേവിഞ്ച ഓർമ്മദിനമായി നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം തീർക്കുന്നു.
അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്.